ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ കിരൺ ആണെങ്കിൽ സത്യങ്ങളൊക്കെ ചന്ദ്രസേനയോട് രൂപെടുത്ത് തുറന്നു പറയാണ്. സ്റ്റെഫിനെയും അവളുടെ കൂടെ മൂന്ന് തടിമാടന്മാരായിട്ടുള്ള ഗുണ്ടകൾ ഉണ്ടായിരുന്നല്ലോ, ആ ഗംഗപ്രസാദിന് വേണ്ടി മരിക്കാൻ വേണ്ടി നിൽക്കുന്ന 3 പേര്, അവരെയും കൂടി ആ കാട്ടിലേക്ക് വേലുവിന്റെ ഊരിലേക്ക് കൊണ്ടുപോയിട്ട് മൃഗങ്ങൾ ഭക്ഷിച്ചു. അതിനുശേഷം ഇപ്പൊ ആംബുലൻസ് പോയിട്ടുണ്ട് അവരുടെ പോസ്റ്റ്മോർട്ടം നടത്താൻ വേണ്ടിയിട്ട്. എന്താണ് സി എ പറഞ്ഞത്? സി എ പണി തരൂ മോനെ എന്ന് രൂപ ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല. ഞാൻ ഇപ്പൊ സി എനെ പോയി കണ്ടിരുന്നു, അയാൾക്ക് മനസ്സിലായി ഇതിന് പുറകെ ഞാനാണെന്ന്. അയാൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്ന രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അല്ലെങ്കിലും അയാൾ ഒരു നല്ല മനുഷ്യനാമേ. അയാളുടെ അടുത്ത് ഒരു പരാതി കിട്ടിയപ്പോൾ അയാൾ തെളിയിക്കാൻ നോക്കി, അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊരു തെറ്റും നമ്മുടെ അയാൾ ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മളെ കുറിച്ചൊക്കെ അയാൾക്ക് നല്ല ബോധമുണ്ട് എന്ന് പറയണം. ചന്ദ്രസേനൻ പറയണ്ട്, മോനെ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, അഥവാ നിന്നെ പിടിക്കുകയാണെങ്കിൽ എന്റെ ഗുണ്ടകൾ വന്ന് ആ കുറ്റം ഏറ്റെടുത്തോളും എന്നൊക്കെ പറയണം. അത് കേട്ട് കിരൺ പറയണ്ടേ, അച്ഛാ അങ്ങനൊന്നും പിടിക്കില്ല അച്ഛാ. പിന്നെ എന്നെങ്ങാനും പോലീസ് പിടിക്കുകയാണെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടി നിൽക്കാണ് വേലും രതീഷും. വേലും രതീഷൊക്കെ നല്ല കുട്ടികളാ, നിന്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർക്ക് നീ എപ്പോഴും ഒരു സ്ഥാനം കൊടുക്കണം എന്ന് പറയാണ് രൂപ. അത് കേട്ട് കിരൺ പറയണ്ട, അമ്മേ ഈ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ അമ്മേ, എല്ലാവർക്കും ഒരു ചെറിയൊരു പാർട്ടി കൊടുക്കണം. അതില് നമ്മുടെ രതീഷിനും വേലും കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അത് ഞാനും തീരുമാനിച്ച കാര്യമാണ്. എനിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ട് വന്ന 2 പേരാ വേലും രതീഷും. അവരെ ഞാൻ ഒരിക്കലും മറക്കില്ലമ്മേ, ഒരിക്കലും മറക്കില്ല. ഇപ്പൊ എനിക്ക് അവര് കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണ് അമ്മേ അവര്. രതീഷൊക്കെ എങ്ങനെ നടന്നതാ, ഞാനും രതീഷും മുമ്പ് വഴക്കുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്കിപ്പോ ചിരി വരുവാണ് എന്നൊക്കെ പറയാണ്. വേലും നല്ല പയ്യൻ തന്നെയാണ്, എനിക്ക് എന്തായാലും 2 സഹോദരന്മാരെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് കിരൺ പോവാട്ടോ. ഇതൊക്കെ ഒളിഞ്ഞു കേട്ടോണ്ടിരിക്കുകയാണ് ഷാരി. ഓഹോ, അപ്പൊ ഞാൻ സംശയിച്ചത് വെറുതെ ആയില്ല. സ്റ്റെഫീനെയും ആ 3 ഗുണ്ടകളും തീർത്ത് കളഞ്ഞു, എന്റെ രാഹുലേട്ടനെ തീർത്ത പോലെ. കിരൺ എന്നാലും ഇങ്ങനെയായി? ഇവനെങ്ങനെ ഇങ്ങനെ മനുഷ്യരെയൊക്കെ കൊല്ലാൻ പറ്റുന്നത്? സമ്മതിച്ചു തന്നിരിക്കുന്നു. ഒരാളെ കൊന്നപ്പോഴേക്കും അവൻ അങ്ങോട്ട് ധൈര്യം കേറിയിട്ടുണ്ടാവായിരിക്കും. ഇപ്പൊ എല്ലാവരും കൊല്ലാൻ വേണ്ടി നടക്കാവൻ. എന്തെങ്കിലും ചെയ്യട്ടെ, അല്ലാതെ ഞാനിപ്പോ എന്ത് പറയാനാ? എനിക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല, ആരുമില്ല. അതുകൊണ്ട് ഇവിടെ കടിച്ചു തൂങ്ങി ജീവിക്കുക. 4 നേരം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ, അതെന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കണത് വിക്രത്തിനെയാണ്. വിക്രത്തിനടുത്ത് നമ്മുടെ ജയിലിലെ വാർഡൻ വന്ന് പറയണ്ടേ, എടാ വിക്രമേ, നിനക്ക് പരോളാണ്, നാളെ രാവിലെ 5 മണിക്ക് നിനക്ക് പുറത്തിറങ്ങാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും വിക്രം പറഞ്ഞു, എനിക്ക് പരോള് കിട്ടി, എനിക്ക് പരോള് കിട്ടി. ഇവിടെ നിന്ന് പോട്ടണം എല്ലാം വെട്ടിപ്പിടിക്കാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് നമ്മുടെ മനോഹർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടാ വിക്രമേ, നീ പരോളിൽ ഇറങ്ങണതൊക്കെ കൊള്ളാം. ഞാൻ സ്നേഹിക്കുന്ന ആരെങ്കിലും നീ ഇല്ലാതാക്കാൻ നോക്കിക്കഴിഞ്ഞാ വിക്രം, എന്റെ തനി സ്വഭാവം നീ അറിയും. പിന്നെ തന്റെ തനി സ്വഭാവം എന്തറിയാനാടോ? പെണ്ണുപിടിയ എന്ന് പറയാണ്. അതേടാ, ഞാൻ പെണ്ണുപിടിയൻ തന്നെയായിരുന്നു. അത് ഇപ്പോഴല്ല, കുറെ നാൾ മുമ്പ്. എടോ, പെണ്ണുപിടിയൻ എപ്പോഴും പെണ്ണുപിടിയൻ തന്നെയാടോ? താൻ പോടോ പെണ്ണുപിടിയ എന്ന് പറയാണ്. അതേടാ, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ ഞാൻ സ്നേഹിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിക്രം, നീ ഇവിടെ തിരിച്ചു വന്നതിനാൽ നിന്റെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. എടോ, ഞാൻ ഇവിടെ തിരിച്ചു വന്നത് എനിക്ക് ഒരു നിർബന്ധമില്ല. നീ സ്നേഹിക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അതെന്റെ ആ കൂടപ്പറപ്പല്ലാതെ ഞാൻ വിചാരിക്കുന്ന ആ കല്യാണി എന്ന് പറഞ്ഞവളെ, അവളുടെ ഭർത്താവിനെയും പിന്നെ കാർത്തിക എന്ന് പറഞ്ഞവളെ ഒക്കെ അല്ലേ തന്റെ മോളെ ഇപ്പൊ അവരാണല്ലോ നോക്കണത്. അതുകൊണ്ടൊക്കെ തനിക്ക് ഇത്ര സ്നേഹം അല്ലേ? അതേടോ, ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേ കല്യാണിനെ തന്നെ ആദ്യം കൊല്ലോടാ, നീ നോക്കിക്കോ. പിന്നെ തിരിച്ചു ഞാൻ ചിലപ്പോ ഇവിടെ വരില്ല, അപ്പൊ നീ എന്നെ എങ്ങനെ കൊല്ലോടാ? വിക്രം, വെറുതെ കളിക്കല്ലേ എന്ന് പറയാണ്. ഞാൻ കളിക്കോടാ, കളി നീ കാണാൻ പോണേ ഉള്ളൂ, നീ നോക്കിക്കോടാ. ഗംഗേട്ടനും രാഹുൽ അങ്കിളിനും ചെയ്യാൻ പറ്റാത്ത, സ്റ്റെഫിക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് വിക്രം അവിടെ നിന്ന് ഇറങ്ങുന്നിട്ട്. മനോഹർ ആകെ ദേഷ്യം വരാണ്. മനോഹർ അപ്പൊ തന്നെ വേഗം ജയിലിൽ പോയിട്ട് ഒരു കത്ത് എഴുതാണ് കിരണിനും കല്യാണിക്കും വേണ്ടിട്ട്. വിക്രം ഇവിടുന്ന് പരോളിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്, സൂക്ഷിക്കണം. അവന്റെ ടാർഗറ്റ് കല്യാണി മേഡമാണ് എന്ന് പറഞ്ഞിട്ട് കത്ത് എഴുതുന്നുണ്ട്. അവർക്ക് ആ കത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ആ കത്ത് വായിച്ചതിന് ശേഷം നമ്മുടെ കാർത്തിക് ലക്ഷ്മി അമ്മയും കൂടി കല്യാണി എടുത്ത് പറയുന്നുണ്ട്, വിക്രം പരോളിൽ ഇറങ്ങി കഴിഞ്ഞാൽ മോളെ നീയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. നിന്നെയാണ് അവൻ ടാർഗറ്റ് ആക്കുക. അറിയാലോ, അവൻ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് നിന്നോട് തന്നെയാണ്. അതുകൊണ്ട് നീ പുറത്തുനിന്ന് ഇറങ്ങരുത്. നിനക്കിപ്പോ കുത്തൊക്കെ കിട്ടിയോണ്ട് നിന്റെ ആരോഗ്യം നല്ല രീതിയിൽ തന്നെ ഇതായിട്ടുണ്ട്. നിനക്ക് ഒരുപാട് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് ഒരിക്കലും മോളെ നീ പുറത്തിറങ്ങരുത്. അപ്പൊ കിരൺ പറയണ്ട, അതെ അത് മാത്രമല്ല, ലക്ഷ്മിയും കാർത്തികയും എപ്പോഴും ഇവിടെ തന്നെ വേണം. ഇവിടുത്തെ എത്ര പറഞ്ഞാൽ ചിലപ്പോ മുറ്റത്തേക്കൊക്കെ ഇറങ്ങാൻ നിൽക്കും, അതുപോലും പാടില്ല എന്ന് പറയണം. എനിക്ക് കമ്പനി പോവാതിരിക്കാൻ പറ്റില്ല. പിന്നെ വിക്രം എന്ന് പറഞ്ഞത് ഒരു ഓലപ്പടക്കം മാത്രമാണ്. ഈ ഗംഗപ്രസാദും രാഹുൽ എന്ന് പറഞ്ഞ ആളൊക്കെയാണ് ഏറ്റവും വലിയ മാരകമായിട്ടുള്ള വിഷം. ഇവൻ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇവൻ ചെറുതാണ്. പക്ഷെങ്കിലും നമ്മളെ ഈ ഗ്രഹണ സമയത്ത്
നീർക്കോലിനെയും പേടിക്കണം എന്നൊക്കെ പറയാറില്ലേ, അതുകൊണ്ട് അവനെയും പേടിക്കണം. അവനും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെല്ലാം ഒഴിഞ്ഞു പോയി തന്നെ വേണമെങ്കിൽ പറയാം എന്ന് പറയുമ്പോഴേക്കും അത് കേട്ടുകൊണ്ട് പ്രകാശൻ അവിടേക്ക് വരുന്നുണ്ട്. മോൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, അവൻ എന്റെ പെമ്പിള്ളേരെ തൊടത്തില്ല എന്ന് പ്രകാശം പറയാണ്. അഥവാ എന്റെ പെമ്പിള്ളേരെ തൊടാൻ എങ്ങാനും അവൻ വന്നു കഴിഞ്ഞാ ഇത്രയും നാൾ സ്നേഹിച്ചു വളർത്തിയത് ഞാനാണല്ലോ, അവനെ വഷളാക്കിയത് ഞാനാണല്ലോ, അതുകൊണ്ട് തന്നെ എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അവന്റെ അന്ത്യം എന്ന് പറയാട്ടോ പ്രകാശൻ. ആ സമയത്ത് നമ്മുടെ കിരൺ പറയണ്ട, അച്ഛാ സത്യം പറഞ്ഞ അച്ഛന് തന്നെയാണ് അതിനുള്ള അവകാശമുള്ളത്, അവനെ കൊല്ലാനുള്ള അവകാശം അച്ഛന് തന്നെയാണ് അച്ഛൻ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ശേഷം കിരൺ അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് വിക്രം പരോളിലിറങ്ങിയിട്ട് ആദ്യം കാണാൻ പോണത് സരയൂനെയാണ് കേട്ടോ. സരയൂനോട് വിക്രം പറയണ്ട്, ഞാൻ പരോളിൽ ഇറങ്ങി തന്നെ കല്യാണി എന്ന് പറഞ്ഞവളെ കൊന്നു കളയാൻ വേണ്ടിയിട്ടാണ്, അതിനുശേഷം കാർത്തിക എന്ന് പറഞ്ഞവളെ, അവർ രണ്ടുപേരുമാണ് എന്റെ ടാർഗറ്റ് എന്ന് പറയുമ്പോ സരയു പറയണ്ട്, എടാ എനിക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം, എനിക്കും കൊല്ലാനുള്ള ദേഷ്യമുള്ളത് കല്യാണി അടുത്ത് മാത്രമാണ്. അപ്പോ വിക്രം പറയണ്ട്, സരയു നമ്മുടെ രണ്ടുപേരുടെയും പൊതു ശത്രു കല്യാണിയാണ്, അവളെ ഞാൻ തീർത്തിരിക്കും സരയു, പക്ഷെ എനിക്ക് ഒറ്റക്ക് അതിനെ സാധിക്കില്ല, നിന്റെ സഹായം എന്തായാലും വേണം. എടാ ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ ഇതിന്റെ പേരിൽ ഒരിക്കലും ഞാനാണെന്ന് അറിയരുത്, കാരണം നിനക്കറിയാലോ കിരണിനെ പഴയതുപോലെ ഞാൻ വീണ്ടും സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കല്യാണി ഇല്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിരൺ എന്നെ വിവാഹം കഴിക്കോടാ, കാരണം എന്നെ അത്രമാത്രം ഇഷ്ടമാണ് ആന്റിക്കും അങ്കിളിനും എല്ലാവർക്കും എന്നെ ഇപ്പൊ ഭയങ്കര കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണി മരിച്ചു കഴിഞ്ഞാൽ 1 വർഷമോ 2 വർഷമോ വിഷമിച്ചിരിക്കുമായിരിക്കും, ഇരിക്കട്ടെ കുഴപ്പമില്ല, പക്ഷെ അത് കഴിഞ്ഞാൽ അവൻ എന്നെ തീർച്ചയായിട്ടും വിവാഹം കഴിക്കും. സരിയോ, എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് അവളെ കൊല്ലണം, ആ കല്യാണിനെ. എങ്കിൽ നമുക്ക് നാളെ തന്നെ അത് ചെയ്താലോ? ശരി, നാളെ അവർ നടക്കാൻ പോകുമ്പോ നീ അങ്ങോട്ടേക്ക് വാ, ഞാൻ നിനക്കൊരു തോക്ക് തരാം, ആ തോക്ക് വെച്ച് നീ ഷൂട്ട് ചെയ്തോ, എന്നിട്ട് എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെട്ടോടാ, ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം എന്ന് സരയു പറയണം. അങ്ങനെ ഈ കല്യാണി മരിക്കുന്നത് നേരിട്ട് കാണാൻ വേണ്ടി സരയു അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണിയും സരയും കിരണും കൂടി നടക്കാൻ പോകുന്ന സമയത്താണ് വിക്രം അവിടേക്ക് വരുന്നത്, കല്യാണിനെ ഇല്ലാതാക്കാനായിട്ട്. അങ്ങനെ ഒരു മരത്തിന്റെ സൈഡിൽ പോയി വിക്രം ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഗണ്ണും പിടിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്താണ് കിരണും കല്യാണിയും സരയും കൂടി വരുന്നത്. സരയുക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം ഇന്ന് കല്യാണി തീരുന്നത് നേരിട്ട് കാണാലോ, അത് കാണാൻ വേണ്ടി തന്നെയാണ് സരയു അവിടെ വന്നിരിക്കുന്നതും. അങ്ങനെ വിക്രം നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, കല്യാണിന്റെ തലയുടെ പുറകിൽ വെടി കൊണ്ടിട്ട് കല്യാണി പെടനി നിലത്ത് വീഴുന്നുണ്ട്, കല്യാണി മരിക്കുന്നുണ്ട്. അത് കണ്ട് സരയു പൊട്ടിച്ചിരിക്കുന്ന ഒരു പ്രൊമോ വീക്കെൻഡിൽ കാണിച്ചിരുന്നു. എന്തായാലും കല്യാണി മരിക്കില്ലെന്ന് ഉറപ്പാണല്ലോ, കാരണം ഈ സീരിയൽ എന്ന് പറയുന്നത് കല്യാണി തന്നെയാണ് നായിക എന്ന് പറയുന്നത്, കല്യാണിയുടെ ആ ഒരു കഥയാണ് ഈ സീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കല്യാണിക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ വിക്രത്തിന് പെൺമക്കൾക്ക് വേണ്ടി പ്രകാശം ജയിലിൽ പോകുന്നു, അതെ, അതിനു വേണ്ടിയിട്ട് വിക്രത്തിനെ കൊന്നിട്ട് തന്നെയാണ് പ്രകാശം ജയിലിലേക്ക് പോകാൻ പോണത്. വിക്രം ഇങ്ങനെ തോക്കായിട്ട് നിൽക്കുന്നത് മാത്രമല്ലേ നമ്മളെ കാണിച്ചുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും തോക്കായിട്ട് വിക്രം കല്യാണിക്ക് നേരെ ചൂണ്ടോന്നുണ്ടെങ്കിൽ വേറൊരു തോക്കും കൊണ്ട് നമ്മുടെ വിക്രത്തിന്റെ പുറകെ വേറൊരാൾ നിൽക്കും, അത് വേറെ ആരുമല്ല പ്രകാശൻ. അതെ, പ്രകാശന്റെ കൈ കൊണ്ട് തന്നെയാണ് വിക്രം മരിക്കാൻ പോണത്. അങ്ങനെ നമ്മുടെ അവസാന ശത്രു എന്ന് പറയാൻ പറ്റില്ല, അവസാന ശത്രുവിന്റെ തൊട്ട് മുമ്പുള്ള ശത്രു വിക്രം അതെ ഈ ആഴ്ച തന്നെ മരിക്കും കേട്ടോ. അതിനുശേഷം പിന്നെ സരയു മാത്രമേ ഉള്ളൂ. സരയുവിന് മുഴുപ്രാന്താകോ അതോ സരയു മരിക്കോ, സരയുവിന് എന്താകോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീക്കിലെ പ്രൊമോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.